44 മൈൽ വഴി ഒരു പണ്ടേ ചുരമില്ലാത്ത ഒരു വഴി മുമ്പേ ഉണ്ടായിരുന്നു. അതൊക്കെ ഫോറസ്റ്റ് ഏറ്റെടുത്ത് അത് മൂടിക്കൊടുത്തിട്ടാണത്. അതുകൊണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ ആ റോഡ്, പഴയ കാലത്തിൻ്റെ ആ റോഡ് നല്ല രീതിയിൽ നിലനിർത്തി കഴിഞ്ഞാൽ ചുരത്തിൻ്റെ പ്രശ്നം ഉണ്ടാവുകയില്ല. സുഗമമായിട്ട് മാനന്തവാടി എത്തിച്ചേരാനുള്ള സൗകര്യമുണ്ട്. അതിനുവേണ്ടി പല പ്രാവശ്യമായി കൊട്ടിയൂർ പ്രദേശത്തുകാർക്ക് ആവശ്യപ്പെടുന്നതാണ് ഗവൺമെന്റിനോട്. പക്ഷേ ഇതുവരെ അത് പരിഗണിക്കപ്പെട്ടില്ല. അതുകൊണ്ട് ഈ വർഷം താലൂക്ക് യൂണിയന്റെ കൊട്ടിയൂർ കരയോഗത്തിന്റെ അഭ്യർത്ഥന പ്രകാരം താലൂക്ക് യൂണിയൻ അത് പ്രമേയമായി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ആ പ്രമേയത്തിൽ ഞാനിവിടെ അവതാരകൻ എന്നുള്ള നിലയിൽ ഞാനിതിവിടെ വായിച്ച് കേൾക്കുക. അതിനുശേഷം ഈ അനുവാദകനായിട്ടുള്ളത് കൊട്ടിയൂർ കരയോഗത്തിന്റെ പ്രസിഡന്റും താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗമായ സുനിൽകുമാറുമാണ്. അദ്ദേഹം അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കും. അമ്പായത്തോട് താഴെപ്പാലച്ചുരം 44 മൈൽ റോഡ് പുനർനിർമ്മിക്കണം. മട്ടന്നൂർ കണ്ണൂർ വിമാനത്താവളം അനുബന്ധ റോഡുകളുടെ നിർമ്മാണത്തിൽ ഉൾപ്പെടുന്ന മട്ടന്നൂർ മാനന്തവാടി റോഡ് 4 വരി പാത വികസനം നിലവിലുള്ള ബോയ്സ് ടൗൺ റോഡ് വഴി അസാധ്യമായ സാഹചര്യത്തിൽ പഴയകാലത്ത് ഉപയോഗിച്ച് വന്നതും പിന്നീട് വനമായി മാറിയതുമായ താഴെപ്പാലച്ചുരം 44 മൈൽ റോഡ് പുനർനിർമ്മാണം സ്വത്തരമായി ആലോചിക്കണമെന്ന് NSS തലശ്ശേരി താലൂക്ക് യൂണിയന്റെ ബഡ്ജറ്റ് സമ്മേളനം സംസ്ഥാന സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ കൊട്ടിയൂരിലെ ഉത്സവകാല ഗതാഗത കുറിപ്പ് ലഘൂകരിക്കുന്നതിനും കണ്ണൂർ ജില്ലയിലെ അന്തർ സംസ്ഥാന യാത്രകൾ സുഗമമാക്കുന്നതിനും ഈ പാതയുടെ പുനർനിർമ്മാണം സഹായകരമാകും എന്ന് അവതാരകൻ MD ഉദയഭാനും ഈ അനുവാദകനായി സുനിൽകുമാർ K NSS പ്രസിഡന്റ് കൊട്ടിയൂർ അദ്ദേഹത്തെ ക്ഷണിച്ചു.